ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പച്ചമാങ്ങ കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. അപ്പോൾ ഞാൻ ചെറിയ പച്ചമാങ്ങയിൽ 2 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു പച്ചമാങ്ങ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറയെ തന്നെ മുഴുവൻ മല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. ആ മുഴുവൻ മല്ലി നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു പിഞ്ചളവിലും മാത്രം കുറച്ച് ഇതുപോലെ ഈ ഒരു അളവിൽ മുഴുവൻ ഉലുവയും കൂടി. അപ്പോൾ ഒരുപാട് ഉലുവ ചേർക്കരുത്, എങ്കിൽ പിന്നെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കശ്മീരി ചില്ലിയും കൂടിയാണ്. ഒരു 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കശ്മീരി ചില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം വറ്റൽമുളക് മാത്രം ചേർക്കാം. കൂടെ പിന്നെ ഇനി വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതിലാണ്. വലുതാണെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളി അല്ലി മതിയാവും. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പും കൂടി, അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. നമ്മുടെ ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടലപ്പരിപ്പ് ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 6 or 7 ചെറിയുള്ളിയും ചേർക്കാവുന്നതാണ്. ചെറിയുള്ളിയും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് ഒരു വറ്റൽമുളകും കൂടി ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ടും കൂടി ചേർക്കാവുന്നതാണ്. ഫ്ലെയിം നന്നായിട്ട് നിന്ന് കുറച്ച് വെച്ചിരിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മസാല ചേർക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളമെങ്കിലും ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ മുഴുവൻ മല്ലിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടണം. അതുപോലെ തന്നെ വറ്റൽമുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് സമയത്ത് വഴറ്റി നമ്മുടെ വറ്റൽമുളക് കരിയിച്ചെടുക്കരുത്. ഇതിപ്പോൾ ഞാൻ നല്ല പാകത്തിന് തന്നെ എല്ലാം ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഒരു പച്ചമാങ്ങ ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ചെറിയുള്ളിയിൽ 4 എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 7 or 8 അളവിൽ എടുക്കാവുന്നതാണ്. ഈ 4 ചെറിയുള്ളിയും കൂടി ചേർക്കാം. എന്നിട്ട് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്, സ്മൂത്തായിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വലിയ പീസുകൾ ഉണ്ടാവരുത്, തീരെ അരഞ്ഞും പോകരുത്. ഈ ഒരു മാങ്ങയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർക്കാം. മാങ്ങയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചടപടയും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാക്കൂട്ടാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും, കപ്പയുടെ കൂടെ, അതല്ല നമുക്ക് വേറെ എന്തിൻ്റെയും കൂടെയെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ മാങ്ങ സീസണും കൂടിയാണ്. മിസ് ചെയ്യാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. കൂടെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മാത്രം ശർക്കരയും കൂടി ചേർക്കാം. നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും ഈ പുളിവും എരിവൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയോ വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചിരിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.
വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.